അടിപൊളി അടിപൊളി ഫിലിമാട്ടോ. ലാലേട്ടൻ അടിപൊളി, പഴയൊരു ലാലേട്ടൻ്റെ വൈബൊക്കെ കിട്ടുന്നു. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, ലാലേട്ടൻ സൂപ്പറാണ്, അടിപൊളി പടം. ഫസ്റ്റ് ഹാഫ് സൂപ്പർ. അതെ, പഴയ പടം പോലെ മുമ്പത്തെ പടം പോലെ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എൻഗേജിങ് ആണ്. അവസാനത്തെ അതായത് ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ ഉള്ള ഒരു 15 മിനിറ്റ് അടിപൊളിയാണ്. ഇന്റർവൽ പഞ്ച് നന്നായിട്ട് നിർത്തുന്നുണ്ട്. വിന്റേജ് ലാലേട്ടൻ തന്നെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇന്റർവൽ പഞ്ച് കുഴപ്പമില്ല, നോർമൽ രീതിയിലാണ്. ആ ഉണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ചെറുതായിട്ടുണ്ട്, സെൽഫ് ട്രോളൊക്കെ ഉണ്ട് നന്നായിട്ടുള്ള. നല്ല ഭംഗിയായിട്ടുണ്ട്, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. ആ അതെ, നല്ല നല്ല കണക്ട് ആവുന്നുണ്ട്, നല്ല പടമാണ്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട്. ഒരു ദൃശ്യം പോലത്തെ ഒരു പടം പോലെയാണെന്ന് തോന്നുന്നു. സെക്കൻഡ് ഹാഫ് നമുക്ക് സ്റ്റാർട്ടാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. സെക്കൻഡ് ഹാഫും കൂടെ കണ്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അഭിപ്രായം പറയാം. പിന്നെ സൂപ്പർ പടം ഉണ്ട്, പടം സൂപ്പറാ, അടിപൊളി ആണ്, വിചാരിച്ചേക്കാളും മുകളിലാണ്. കൊടുത്തു ഓക്കെ, ഉറപ്പാണ്. അടിപൊളിയായിരുന്നു. അതുണ്ട്, സ്പൂഫുണ്ട്. എൻഗേജിങ്, ഭയങ്കര എൻഗേജിങ്. ലാസ്റ്റ് ഇന്റർവെൽ ബ്ലോക്ക് കൊണ്ടുവന്ന ട്വിസ്റ്റ് സർപ്രൈസ്. അത് ഇനി സെക്കൻഡ് ഹാഫ് കൂടെ കഴിയട്ടെ. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, എന്തായാലും അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ലാലേട്ടൻ അടിപൊളി, പഴയൊരു ലാലേട്ടൻ്റെ വൈബൊക്കെ കിട്ടുന്നു. പഴയ വൈബ് അതേപോലെ തന്നെ കിട്ടുന്നുണ്ട്. കൊള്ളാം, കോമ്പിനേഷൻ ഒക്കെ പണ്ടത്തെ ആ ഒരു ഇത് തന്നെ. പടത്തിന്റെ തുടക്കം മുതൽ നമ്മൾ എൻഗേജിങ് ആണ്. അതെ, പേരെഴുതി കാണിക്കുന്നതൊക്കെ നമ്മൾ സാധാരണ കാണാറില്ല ഒരു പടത്തിൽ. ഇതിലെങ്ങനെ ഇതൊക്കെ എല്ലാം കണ്ടോണ്ടിരിക്കുന്നു. അടിപൊളി ഫിലിമാട്ടോ. എപ്പോഴും മോഹൻലാലിന്റെ സിനിമ ഇറങ്ങുമ്പോൾ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടി എന്ന് പറയും. പക്ഷെ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് വിന്റേജ് ലാലേട്ടന്റെ ഭാവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. സെക്കൻഡ് ഹാഫ് കൂടെ കഴിയുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പടം എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വരുന്നുണ്ട്, പഴയ ഡയലോഗ്സിന്റെ എല്ലാ ഇത് വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്.